ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യിക്കുന്നത് നൈജീരിയയിൽ നിന്നാണ്. നൈജീരിയയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഇവർ. ബിനു കെ തോമസ് ബ്രദറും പ്രീതസും ചേർന്നാണ് അവരുടെ തലമുറയ്ക്കും കുടുംബത്തിനുമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. സോഫിൽ ബിനു കെ തോമസിനും അതേപോലെ തന്നെ പ്രീനു എലിസബത്തിനും വേണ്ടിയാണ് എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സോഫിലിൻ്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, അവന് മുമ്പോട്ടുള്ള എല്ലാ വഴികളും ദൈവം തുറന്നു കൊടുക്കേണ്ടതിനായിട്ട്, ദൈവം അവൻ്റെ ജീവിതത്തിൽ ഒന്ന് പരിവർത്തിക്കേണ്ടതിനായിട്ട്, അതേപോലെ മകളെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് ഈ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മേളിലും സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ കരന്നിട്ടുണ്ടതിന് ഞാൻ വിശ്വസിക്കുക. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇവർ കാണാൻ പോവുകയാണ്. കാരണം ആർക്കും കടക്കാരനല്ലാത്ത ദൈവത്തിൻ്റെ കരത്തിലേക്കാണ് ഇവർ വിതച്ചിരിക്കുന്നത്. ദൈവം അത് 160 മേനിയായി ഇവർ കൊയ്യുന്ന ലെവലിൽ ഈ ദിവസങ്ങളിൽ അവൻ്റെ കരം, യേശുവിൻ്റെ കരം ഈ കുടുംബത്തിന് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഈ സമയത്ത് എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് കണ്ണുകളൊന്ന് അടയ്ക്കും? നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ, ഈ കുടുംബത്തിന് വേണ്ടി. കർത്താവെ, ഞങ്ങൾ പ്രത്യേകിച്ച് ബിനു ബ്രദറിനെയും പ്രീത സിസ്റ്ററിനെയും ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇവരുടെ ആവശ്യങ്ങളുടെ മേളിൽ അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സോഫിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങ് ആ മകന് വേണ്ടി ഒരത്ഭുതം അങ്ങ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവീക സ്പർശനം ആ മകൻ്റെ മേളിൽ സംഭവിക്കണം. പ്രത്യേകിച്ച് ഹല്ലേലൂയ പ്രീനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ വെളിപ്പെട്ട് വരണം. ഈ 2 മക്കളും ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഇവരെ മാനിക്കണം, അനുഗ്രഹിക്കണം. വീണ്ടും സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ ഇവരെ അങ്ങ് ബലവും പ്രാപ്തിയും കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി നന്ദി. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അങ്ങയുടെ നാമത്തിൽ കൊടുത്താൽ അത് അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ഈ കുടുംബത്തിൻ്റെ മേലോട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, സൂപ്പർ നാച്ചുറൽ വേർഡ് എന്നുള്ള വിഷയത്തിൻ്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ദൈവം മാറാത്തവനാണെന്നും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊടുക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ തിരുവചനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ വലിയ പ്രാഗൽഭ്യമുണ്ട് പ്രിയരെ. 6 വർഷവും 3 മാസവുമായിട്ടും പല TV ചാനലുകളിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ പ്രിയരെ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നടത്തിയതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ആദ്യമായി ശ്രദ്ധിക്കുന്നവരോടാണ് ഞാനിത് സംസാരിക്കുന്നത്. പവർ വിഷനിൽ ഒരു എപ്പിസോഡുമായിട്ട് വന്നതാണ്. എന്നാൽ 6 വർഷം കഴിയുമ്പോൾ 6ഓളം TV ചാനലിലേക്ക് ഇത് മാറുകയും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇത് കടന്നു വരുന്നുണ്ട്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ആരെങ്കിലും അല്പത്തിൽ വിശ്വസ്തനാണെന്ന് കണ്ടാൽ ദൈവം, വലിയവനായ ദൈവം എൻ്റെ കരത്തിൽ പിടിക്കും. ഞാൻ ഈ ആദ്യ നാളുകളിൽ ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒത്തിരി പേര് നിന്ദിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഹല്ലേലൂയ എന്നെ നിർത്തുമാറാക്കി. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, വചനത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയുമ്പം ആദ്യമായി ശ്രദ്ധിക്കുന്നവരോട് പറയാം, ഞാൻ ഒരു സംഘടന ആളായിട്ടല്ല നിൽക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 6:60 പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. എബ്രായ ലേഖനം 4:12 പറയുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതുമാണ്. അപ്പോൾ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സത്യം തിരിച്ചറിയണം. ഈ വചനം ജീവനുള്ളതാണ്. ഇത് നിങ്ങളുടെ കേൾവിയിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ബൈബിൾ നമ്മൾ ഉടനീളം നോക്കിയാൽ അറിയാം, വചനത്തിന് വേണ്ടി നിന്ന, വചനത്തിന് വേണ്ടി ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റെപ്പുകൾ വെച്ച 12 വർഷക്കാരിയായ സ്ത്രീയുടെ പേര് കൊടുത്തിട്ടില്ല. പക്ഷേ അവൾ യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടു എന്ന് പറയുന്നത്. ഉടനെ അവൾ അവിടെ വാ കൊണ്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഇവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന്. ഇതേപോലെ തിമായിയുടെ മകനായ ബർത്തിമായി, ഹല്ലേലൂയ, വഴിയരിയിലൂടെ പോകുന്ന ആരാന്ന് കേട്ടപ്പോൾ അവർ പറഞ്ഞു, നസറേനായി യേശു. ഹല്ലേലൂയ, തൻ്റെ ഹൃദയത്തിലൊരു ഉറപ്പുണ്ട്, ദാവീദിൻ്റെ പുത്രൻ വന്നാൽ എൻ്റെ ഈ ജന്മനാ കുരുടായ കണ്ണ് തുറക്കുമെന്നുള്ളത്. അവൻ ആ വിശ്വാസത്തിൽ വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ ഒരു മതത്തിൻ്റെ
പ്രസംഗം കേൾക്കാതെ നിങ്ങൾ വിശ്വാസത്തോടെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കേൾവി നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറയുടെ മേളിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നതാണ്. കാരണം ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഇന്നത്തെ വചനചിന്തയിലേക്ക് ഞാൻ വരികയാണ്. 119 സങ്കീർത്തനം അതിൻ്റെ 130 വാക്യം. നിൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദം ആകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാർ ആക്കുന്നു. അപ്പം ഈ വചനം നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രകാശമായി വെളിപ്പെടുന്നുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ പ്രകാശനം ലഭിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിങ്ങളോട് നിശ്ചയമായി പറയാം, നിങ്ങളെ ബൈബിൾ വിളിക്കുന്നത് ബുദ്ധിമാന്മാരെന്ന എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെരുക്കത്തിലാണോ എന്നെ കേൾക്കുന്നത്? പത്രോസ് നിരാശയിൽ കേട്ടതാണ്. പത്രോസ് രാത്രി മുഴുവൻ കഴിവിൽ അധ്വാനിച്ചു. കൂടെയുള്ളവർ മിടുക്കിൽ നോക്കി, ഒന്നും നടന്നില്ല. അതിരാവിലെ തൻ്റെ പടകിൽ നിരാശനായി പടകിൽ വല കഴുകുമ്പോൾ അതാ വചനം, ജീവനുള്ള വചനം, യേശു ആ പടകിലേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു വലത് സൈഡിലേക്ക് വലയിറക്കുവാൻ. ആ നിരാശയിൽ നിന്ന് താൻ പറയുക, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ആ വചനത്തിന്, ആ വാക്കിന് വലയിറക്കുമ്പോൾ തൻ്റെ നിരാശ മാറി അത്ഭുതം സംഭവിച്ചു. എങ്കിൽ നിങ്ങൾക്കറിയാമോ, ശതാധിപൻ എന്ന് പറയുന്ന യായിറോസ് അല്ലെങ്കിൽ ആ പാദപീഠത്തിൽ വന്നു. അല്ലെങ്കിൽ ആ പോകുന്ന വഴിയിൽ തന്നെ തൻ്റെ മകൾ മരിച്ചുപോയെന്ന് അല്ലെങ്കിൽ തനിക്ക് അറിവ് കിട്ടി. എന്നാൽ അറിവിൽ നിന്ന് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, മകൾ ഉറങ്ങുക തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ആ ഭയത്തിൽ നിന്ന് തൻ്റെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്തു. തൻ്റെ മകൾ ഹല്ലേലൂയ ആ മരണത്തിൽ നിന്ന് യേശു അവളെ കൈപിടിച്ചു. ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, വചനത്തിനകത്ത് നിങ്ങൾ ഹല്ലേലൂയ ആഴത്തിൽ വേരൂന്നുവെങ്കിൽ നിങ്ങളുടെ പ്രകാശം, നിങ്ങളുടെ ആ വചനം നിങ്ങളുടെ ഹല്ലേലൂയ പ്രകാശത്തിലേക്ക് കൊണ്ടുവരും. കാരണം 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. കാരണം വചനം നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുമ്പോട്ട് വീഴ്ചകൾ സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ കാൽവെപ്പിൽ ഹല്ലേലൂയ തനിക്ക് വ്യക്തതയില്ലാത്തത് കൊണ്ട്. എന്നാൽ ഈ വചനം, നിൻ്റെ വചനം ഹല്ലേലൂയ അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. കാരണം നിൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുമെന്നാണ് പറയുന്നത്. ഈ വചനവും നിങ്ങൾ ദൈവപ്രവർത്തികൾ കാണുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ പറയണം, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യമാണ്. ഇന്ന് അനേക വർഷങ്ങളായി വഴി തുറക്കാത്ത, ഇനി തലമുറയ്ക്ക് വിടുതലില്ലെന്ന് പറയുന്ന, മുമ്പോട്ട് കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്ന് പറയുന്ന ചിലരോട് ഞാൻ പറയുക, നിങ്ങളുടെ വീട്ടിൽ ഈ വചന കേൾവി തന്നെ അത്ഭുതത്തെ കൊണ്ടുവരും. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. എങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ വിശ്വസിക്കുന്നു, അത്ഭുതങ്ങളുടെ സമയത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്, ദൈവിക വിടുതലുകളിലേക്കാണ് നിങ്ങൾ വരുന്നത്. ദൈവപ്രവൃത്തി നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണെന്ന്. എങ്കിൽ ഒരു അത്ഭുത സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഈ ബ്രദറിൻ്റെ ഹല്ലേലൂയ ഈ സ്ഥലത്ത് ഹല്ലേലൂയ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു. ആ നിലകളിൽ അത് എവിടെയെങ്കിലും വെളിപ്പെട്ട എനിക്കറിയാം അവർ ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവരാണെന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ അപ്പോൾ തന്നെ ഈ കുടുംബത്തെ ഫ്രണ്ടിലോട്ട് വിളിച്ചു. ദൈവദാസനും കൂടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. ബ്രദർ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഞാൻ ഒത്തിരി കാര്യങ്ങൾ കാണുകയാണ്. നിങ്ങളുടെ കുടുംബം മുഴുവൻ പിടിച്ചു കെട്ടിയ കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ്റെ നെഞ്ചത്തു നിന്ന് ദൂതൻ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട്. ഹല്ലേലൂയ. ഈ എവിടെയായിരുന്നു ഈ ക്യാൻസറിൻ്റെ ഭാരമുള്ളത്? ഈ നെഞ്ചത്ത്. ഇപ്പം എന്തോ ഫീൽ ചെയ്യുന്നു? ഇപ്പം വലുതായിട്ട് ഒന്നുമില്ല. ഇല്ല. ഇന്നലത്തെ ആരാധനയിൽ തന്നെ ഈ മകൻ സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നടൂരിന്ന് വന്ന കുടുംബത്തി ഇപ്പൊ എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്? ഇപ്പൊ എന്തോ തോന്നുന്നു നിങ്ങൾക്ക്? നല്ലൊരു വെളിച്ചം പോലെ ഏതോ ഒരു ശക്തി. എന്തോ നേരത്തെ ഒരു ഭയങ്കര ഭാരം, ഒരു പാറ വന്നിരിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. ഇപ്പൊ അത് ഇല്ല. നിങ്ങളെ കേട്ടില്ലെന്നാ തോന്നുന്നേ. ഞാൻ ഈ ബ്രദറിനെ കാണുമ്പോഴെല്ലാം ഇവിടെ ഒരു ഭയങ്കര
തടിപ്പ് വന്നിരിക്കുന്നത് പോലെ അവിടെ നിന്നപ്പോ കണ്ടതാ. പക്ഷെ അതിപ്പം ഇല്ല. ക്യാൻസറിന്റെ മേളിൽ കർത്താവിന് അധികാരമുണ്ട്. നാമത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ദൈവത്തിലൊരു വചനമുണ്ട്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ നമ്മളോട് കൂടെയുണ്ടെന്ന്, നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ തലോടുകയും ചെയ്യുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ടെന്ന് ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നവർക്ക് വേണ്ടി അത് അത്ഭുതമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. പ്രത്യേകം ഞാൻ വാട്സപ്പ് തുറന്ന് എൻ്റെ ബെഡ്റൂമിലിരുന്ന് ഞാൻ എപ്പോഴും എന്നെ മോനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന, എനിക്ക് ടീനേജ് പരുവത്തിലുള്ള കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുന്നത് ഒത്തിരി ഒത്തിരി എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. എൻ്റെ ബെഡ്റൂമിലിരുന്ന് ഞാൻ എന്നും രാവിലെ റോയ് പാസ്റ്ററിൻ്റെ വാട്സപ്പിൽ കൂടെ വരുന്ന വചനം വായിച്ചിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ചുരുക്കി പറയട്ടെ, ഞങ്ങൾ ദുബൈയിൽ 42 വർഷം ഞങ്ങൾ ദുബൈയിലായിരുന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്, 2 മോളും 1 മോനും. ഹല്ലേലൂയ. ഞങ്ങളവിടെ ഇത്രയും വർഷം ദൈവത്തിൻ്റെ കൃപയാൽ ഇത്രയും ജീവിക്കുവാനും ഒക്കെയും എനിക്ക് ജോലിയൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ. എന്നാൽ ഹല്ലേലൂയ ഞങ്ങളുടെ സാക്ഷ്യം ഒത്തിരി ഉണ്ട്. മരിച്ച് സ്വർഗത്തിൽ പോയിട്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നത്. അത് ഒത്തിരി പറയാനുണ്ട്. സ്വർഗത്തിൽ പോയിട്ട് തിരിച്ച് ഞങ്ങളുടെ ഡാഡിയായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ആളാണ്. അതൊത്തിരി സാക്ഷ്യമാണ്. എന്നാൽ ഞങ്ങൾ ഇന്നിയോളം ആ ദുബൈയുടെ ദേശത്ത് നിർത്തി ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് വന്നു. എനിക്ക് റോയ് പാസ്റ്ററെ നേരിട്ട് കാണണമെന്ന് രാവിലെ എനിക്കതിന് ദൈവം അവസരം ഒരുക്കിയതിനാൽ സ്തോത്രം. എനിക്ക് ഈ ഹോളിൽ വന്നൊന്ന് കയറിയിട്ട് പോകണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പ്രത്യേകം ഞങ്ങൾ ദുബൈയിൽ വെച്ച് പാസ്റ്റർ വരുമ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ മീറ്റിംഗ് ഒക്കെ വെക്കുകയും അതിൽ അനേകർക്ക് അത്ഭുത വിടുതൽ സംഭവിക്കാൻ ഒക്കെയും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകം ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. 11:30-12 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലേക്ക് കടന്നു വന്ന. ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ നിൻ്റെ മകനെ ദൈവം ഒരുക്കിയതിനാൽ സ്തോത്രം. മോൻ്റെ വിവാഹത്തിൻ്റെ ആലോചനയൊക്കെ വന്നിട്ട് നടക്കുകയായിരുന്നു. ഫാസ്റ്റ് പ്രത്യേകം മോന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഏപ്രിൽ മാസം ഡിസംബർ മുന്നേ കുഞ്ഞിൻ്റെ കല്യാണം ഉറപ്പ് നടക്കുമെന്നും ഹല്ലേലൂയ ഏപ്രിൽ മാസം കല്യാണം നടക്കുമെന്നും ദൈവത്തിൻ്റെ ആത്മാവിൽ പറഞ്ഞെങ്കിൽ ദൈവം അതുപോലെ എല്ലാം സാധിപ്പിച്ചു തന്നതിനാൽ ദൈവത്തിന് നന്ദി. എന്നാൽ പ്രതികൂലങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ. അതിലൊക്കെ ജയിക്കുവാനുള്ള കൃപ എൻ്റെ ദൈവം തരുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. മോനെ നല്ലൊരു കല്യാണം കഴിഞ്ഞൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ആ നല്ലൊരു ജോലി കിട്ടി. എന്നാൽ ഇതിലൊക്കെ ചില തടസ്സങ്ങൾ നേരിട്ടു. എന്നാൽ ആ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നു, മോശ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഹല്ലേലൂയ ചെങ്കടലിൻ്റെ കരയിൽ നിന്നപ്പോഴാണ്. ഹല്ലേലൂയ. എത്ര അത്ഭുതങ്ങളും അതിശയങ്ങളും കണ്ട മോശ ചെങ്കടലിൻ്റെ ഹല്ലേലൂയ അരികിൽ നിന്നുകൊണ്ട് ഒത്തിരി കരഞ്ഞെങ്കിൽ ആ ചെങ്കടൽ 2ആയി പാതിച്ച് ചെങ്കൽ പാത ഒരുക്കിയെങ്കിൽ നമ്മുടെ എല്ലാ വലിയ വിഷയത്തിന്മേൽ നമ്മൾ ഒത്തിരി കരയുമ്പോൾ നമുക്ക് വേണ്ടി വലിയൊരു അത്ഭുതത്തിന് വഴി ഒരുക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാകിയാൽ ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മുതൽ ഈ പ്രേയറിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെ എല്ലാം ദൈവം നിന്റെ മകനിൽ കൂടെ അനേക അത്ഭുതങ്ങൾ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകം ഇത്രയും സാക്ഷ്യമുണ്ട് ദൈവനാമത്തിൽ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇവരെ ആയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവ് പറഞ്ഞു ഡിസംബറിൽ കല്യാണം ഉറയ്ക്കും, ഏപ്രിൽ മാസം നടക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ ഡേറ്റിന് തന്നെ എല്ലാ കാര്യങ്ങളും ദൈവം അത്ഭുതമായിട്ട് അത് ചെയ്തു തന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിൽ ഒത്തിരി ഇതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വെളിപ്പെട്ടാൽ അത് നിവർത്തി വരാതെ പോകത്തില്ല. ഹല്ലേലൂയ. എങ്കിൽ എത്ര പേർ പറയുന്നു വന്നത് ഇന്ന് വെറുതെ ആകത്തില്ല? പ്രിയരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വിശ്വാസം വർദ്ധിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ദൈവവചനവും ദൈവിക വിടുതലുകളും കാണുമ്പോൾ ചിലവരുടെ ഉള്ളിൽ വലിയ വ്യത്യാസം വരും. നിങ്ങളൊരു കയ്പിൻ്റെ അനുഭവത്തിലാണ്, ദൈവത്തോട് തന്നെ നിരാശയിലാണ്. ഇനി എനിക്കൊന്നും നടക്കുന്നില്ലല്ലോ, മറ്റുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു, എൻ്റെ വഴി മാത്രം തുറക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ 119 സങ്കീർത്തനം 103 വാക്യം പറയുകയാണ്, തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. നിങ്ങൾ കയ്പ് സംസാരിക്കുന്ന ആളാണെങ്കിൽ ഈ വചനത്തിൽ നിങ്ങൾ വേരൂന്നുമെങ്കിൽ നിങ്ങളുടെ അകം മുഴുവൻ മധുരമാകുന്ന ലെവലിൽ, കാരണം അവൻ തേനിനേക്കാൾ മധുരമാണ്. നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കും. നിങ്ങൾ നിന്ദിക്കപ്പെട്ടാണോ എന്നെ കേൾക്കുന്നത്? തകർക്കപ്പെട്ടാണോ എന്നെ കേൾക്കുന്നത്? 119 സങ്കീർത്തനം 42 വാക്യം, ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും.
വചനത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിന്ദിച്ചവർ മുഴുവൻ നിന്ദിക്കപ്പെടും. കാരണം ഉത്തരം പറയുവാൻ ഈ വചനം, ജീവനുള്ള വചനം, നിങ്ങളെയും എന്നെയും പ്രാപ്തരാക്കും. ഇന്ന് എന്നെ കേൾക്കുന്നവരെ ഏതെല്ലാം വിഷയത്തിലാണോ നമ്മൾ അപമാനപ്പെടുന്നത്, നിന്ദിക്കപ്പെടുന്നത്, ഈ വചനത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കാം പ്രിയരെ. വചനം നിങ്ങളെ വിടുവിക്കുന്ന ഒന്നാണ്. വചനം നിങ്ങൾക്ക് വിടുതൽ തരുന്ന ഒന്നാണ്. കാരണം അതിൻ്റെ 45-ാമത്തെ വാക്യം കൂടെ, നിൻ്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. 119-ാം സങ്കീർത്തനം അതിൻ്റെ 45-ാമത്തെ വാക്യം പറയുന്നു, നിൻ്റെ പ്രമാണങ്ങളെ ഞാൻ ആരായുന്നത് കൊണ്ട് എൻ്റെ അതിരുകൾ വിശാലതയിലേക്ക് വരും. വിശാലതയിലേക്ക് ഞാൻ നടക്കാൻ തുടങ്ങും. ഇന്ന് ഇടുങ്ങിയിരിക്കുന്ന, ഇനി വഴിയില്ലെന്ന് പറയുന്ന ഓരോ മക്കൾക്കും ഈ വചനം ഇപ്പോൾ നിങ്ങളെ വിടുവിക്കുന്ന ഒന്നായി തീരുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം പ്രിയരെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറിവാക്യമായി പറഞ്ഞ യോഹന്നാൻ്റെ സുവിശേഷം 8:31-32 വാക്യങ്ങൾ പറയുകയാണ്. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് ഹല്ലേലൂയ യേശു പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിന്നാൽ വാസ്തവമായും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. സത്യം നിങ്ങളറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ സത്യം നിങ്ങൾ അറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പാതയ്ക്ക് ടോർച്ചടിക്കുന്നത് പോലെ അത് ആ വ്യക്തതകൾ വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കാരണം ഹല്ലേലൂയ 112-ാം സങ്കീർത്തനം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ പറയുകയാണ്, ഈ വചനത്തെ പ്രമാണിച്ച് അതിനെ ഭയപ്പെടുന്ന, അതിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ, അവൻ്റെ സന്തതി ദേശത്ത് ബലപ്പെട്ടിരിക്കും, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. 3-ാമത്തെ വാക്യം പറയുക, അവൻ്റെ ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും വെളിപ്പെടും. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, വചനത്തിൽ ഒന്ന് രാവും പകലും ധ്യാനിക്കാൻ തയ്യാറാകുമോ? യോശുവയോട് പറഞ്ഞു, ന്യായപ്രമാണ പുസ്തകത്തിലെ ഓരോ വചനവും നിൻ്റെ വായിൽ നിന്ന് നീങ്ങി പോരും. നിങ്ങൾ വിശ്വാസത്തിൽ വാ കൊണ്ട് പറഞ്ഞാട്ടെ, ഇന്നു മുതൽ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തിൽ നിൽക്കാമെങ്കിൽ ഹല്ലേലൂയ. ഈ വചനം നമ്മൾ കുറിവാക്യം പറഞ്ഞത് മറക്കരുത്. നിൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. ഈ വചനം നിങ്ങൾക്ക് വെളിപ്പെടാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മല മാറും, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സം മാറും. കാരണം വചനത്തിനകത്ത് ജീവനുണ്ട്. ഏത് പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ പായുന്ന ദൈവത്തിൻ്റെ വചനം. ഒന്നുകൂടെ പറഞ്ഞാൽ, വചനത്തെ ബന്ധിക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ വചനത്തെ ഒരു രാജ്യത്തിൻ്റെ അതിരുകൾക്കോ എമിഗ്രേഷനുകൾക്കോ തടയാൻ കഴിയത്തില്ല. കാരണം 107-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കും, അവരെ കുഴിയിൽ നിന്ന് അവരെ കയറകയറ്റും. എങ്കിൽ വിശ്വസിച്ചാട്ടെ, ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അത്ഭുത വിടുതലിലേക്കും അത്ഭുത സാക്ഷ്യങ്ങളിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. കടന്നു വരാട്ടെ. എന്താ സിസ്റ്റർ സംഭവിച്ചത്? എൻ്റെ പേര് സജീന ഫസൽ എന്നാണ്. ഞാൻ ഈ കൊല്ലം പട്ടണത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരംഗമാണ്. എന്നാൽ ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട്, കടഭാരമാണ് കർത്താവിനെ അറിയാനുള്ള ഒരു സാഹചര്യം. കർത്താവിനെ അറിഞ്ഞിട്ട് 5 വർഷത്തോളമായി. എങ്കിലും ഞാൻ പാസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ്, ഞാൻ പല സഭകളിലും അലഞ്ഞു തിരിഞ്ഞ് എവിടെയും എനിക്കൊരു, കാരണം കടം കൂടുന്നതല്ലാതെ ഇന്ന് വരെയും കുറവ് വന്നിട്ടില്ല. എന്നാൽ ആ കർത്തൻ്റെ കര എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എവിടെയും എന്നെ മുക്കിക്കളയാതെയും തീയിലിട്ട് വേവിക്കാതെയും കൊണ്ട് നടന്നു. അപ്പോൾ ഞാൻ റോയൻ പാസ്റ്റിൻ്റെത് 1 വർഷത്തോളമായി ഞാൻ 8 മണിക്ക് പവർ വിഷനിൽ എല്ലാ ദിവസവും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിൽ ഈ പോയ ശനിയാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കടന്നു വന്നത്. അതായത് പാസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത്. എന്നാൽ സംഭവിച്ച വിടുതൽ ഒരു വല്ലാത്തൊരു വിഷയത്തിൽ കിടന്നത്. 1.5 മാസക്കാലമായി ഒരാൾക്ക് ഒരു 56,000 രൂപയുടെ പണം എടുത്തു കൊടുക്കണമായിരുന്നു. അപ്പോൾ മോൻ 1 മാസമായി കടന്നു പോയിട്ട്, ലീവിന് ഹൗസ് ഡ്രൈവറായിട്ട് സൗദി അറേബ്യയിലാണ് അവൻ കടന്നു പോയിട്ട് 1 മാസമായി. വാപ്പ വന്നിട്ട് പോയിട്ട്, അതും കുവൈറ്റിൽ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന അദ്ദേഹവും കടന്നു പോയിട്ട് 9-ാം തീയതി ഈ 9-ാം തീയതി ആകുമ്പോൾ, നാളെ ആകുമ്പോൾ 1 മാസം ആവുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അവരോട് പറയുക 2 മാസത്തെ അവധി നമുക്ക് തരണം, ഈ മാല ഞാൻ എടുത്തു കൊടുക്കാമെന്ന്. എന്നാൽ ഞാനിവിടെ കടന്നു വന്നു, പ്രാർത്ഥിച്ചു. കർത്താവ്, ഞാൻ എൻ്റെ ജീവിതങ്ങളോട് ചോദിച്ചാൽ അവരൊരു വിധത്തിൽ കേൾക്കുന്നില്ല, പല അസഭ്യങ്ങളും പറയുന്നു. അപ്പോൾ ഈ സ്വർണ്ണം എടുത്തു കൊടുക്കാൻ ഒരു വഴിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഇപ്പോൾ അവരോട് ചോദിച്ചാൽ അറബിയൊന്നും നമുക്ക് ശമ്പളം തരികയില്ല. പക്ഷേ മോനും പറഞ്ഞു തരത്തില്ല, അതുകൊണ്ട് വിചാരിക്കേണ്ട, മറ്റാരെന്നും കയ്യിൽ നിന്നെങ്കിലും കടം വാങ്ങാൻ. എന്നാൽ ഇവിടെ വന്ന് കടന്നു പോയതിൻ്റെ ആ ആഴ്ച തന്നെ മോൻ്റെയും ബാപ്പയുടെയും പൈസ 60,000 രൂപ എൻ്റെ കരങ്ങളിൽ വന്നു. ഞാൻ ആ സ്വർണം
ആ പറഞ്ഞ അവധിക്ക് ആ 1.5 മണി ടൈം അവരെനിക്ക് തന്ന ആ സമയത്ത് തന്നെ ഞാൻ കൊണ്ട് കൊടുക്കാനിടയായി. അതിനെനിക്ക് നന്ദി, കർത്താവിനും നന്ദി, അതേപോലെ പാസ്റ്ററിനോടും നന്ദി. പിന്നെ പറയാനുള്ളത്, സുസൈ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഒരു വഴിയുമില്ല, ഒരു വഴിയും കാണാത്ത അവസ്ഥ. കാരണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ചിന്തിച്ചു ഏത് വീടിൻ്റെ വാതിലിൽ പോയി കൈനീട്ടണം അപ്പാന്ന്. അപ്പോഴും ഞാൻ എന്നെ പിന്നെയും പിന്നെ ആ അറബിയാണോ അവർക്ക് പൈസ കൊടുത്തത്? അതെ അതെ, ആ 2 അറബികളും മോനിക്കും ഒരാൾക്കല്ല, അപ്പനും മോനും അവരുടെ 2 അറബിമാർ ഈ കടം തീർക്കാനുള്ള പൈസ കൊടുത്തു. അങ്ങനെയൊന്നും നടക്കുന്ന ചരിത്രമല്ല. വിശ്വസിക്കുന്നവർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയാ ഈ സഹോദരി ഈ സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണി പറയുന്നത്. എൻ്റെ മകളാണ് ആ ഇരിക്കുന്ന ഫർദ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞ്. അവളാണ് എന്നോട് പറഞ്ഞത്, ഇനി ഈ ചർച്ച് വിട്ടുമ്മ എവിടെയും പോകരുത്. ഈ പാസ്റ്റിൻ്റെ കീഴിൽ നിന്ന് ഉമ്മയുടെ കടഭാരം മൊത്തത്തിനും ഇന്നലെ രാത്രി മോള് പാസ്റ്റിന് മെസ്സേജ് അയച്ചു, ഇനി ഈ ചർച്ചിൽ നിന്നുകൊണ്ട് ഉമ്മയുടെ കടഭാരം എല്ലാം തീർത്ത് ഈ ദേശത്തിന് മുമ്പിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ടവളായി മാറണമെന്ന്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കും? വലിയ വലിയ ദൈവകൃപ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഒരു വലിയ നന്മയുടെ അനുഭവത്തിലേക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡ് നടക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് അത്ഭുതങ്ങളാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറ അത്ഭുതമായി മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് അവരെക്കുറിച്ചൊരു വലിയ പ്രശംസ തോന്നാൻ പോകുന്ന ആ സമയത്തിലേക്ക്. എങ്കിലും ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് ഇന്നും ജീവിക്കുന്ന ദൈവമാക്കിയാൽ കർത്താവേ, ഇന്ന് എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാരംഭത്തിൽ തന്നെ അനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അനുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവിക വിടുതൽ ഇപ്പോൾ വെളിപ്പെട്ടതിനായി സ്തോത്രം. അതേപോലെ രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രമയുടെ കുടുംബം തലമുറയും അനുഗ്രഹിക്കപ്പെടുകയാണ്. അതേപോലെ ഹല്ലേലൂയ, ഈ സമയത്ത് എന്നെ കാണുന്ന തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 പേർ എന്നെ ശ്രദ്ധിക്കുന്നു. അവർക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറന്നു കഴിഞ്ഞാലായി സ്തോത്രം. ഞാൻ അതേപോലെ തന്നെ രമേശന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രമേശൻ്റെ ബിസിനസ്സിൻ്റെ മേളിൽ ഒരു വലിയ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അതേപോലെ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അരുണിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ കഥ വായിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ പ്രസാദ് എന്നൊരു പേര് കാണിക്കുന്നു. പ്രസാദിന് വേണ്ടി വിദേശത്തേക്ക് പോകാനുള്ളൊരു മാർഗം സ്വർഗത്തിലെ ദൈവം തുറന്നു കൊടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഹല്ലേലൂയ, ലിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിനു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ കഥാവ് ഈ സമയത്ത് ഹല്ലേലൂയ, ഷീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ കഥ വായിച്ചു കഴിഞ്ഞു ഈ സമയത്ത് തന്നെ. ഹല്ലേലൂയ, അതേപോലെ തന്നെ ഹല്ലേലൂയ, എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എലിസബത്തിന് കർത്താവ് നാളുകളായി പ്രാർത്ഥിച്ച നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നതായി എനിക്കറിയാം. കർത്താവ് ഈ സമയത്ത് ബിസിനസ്സിൽ തകർന്നവർ, ബിസിനസ് മുമ്പോട്ട് പോകാത്തവർ, അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലുകൾ ഈ സമയത്ത് ജോൺ എന്നൊരു പേര് എഴുതി കാണിക്കുന്നു. ജോണിൻ്റെ ബിസിനസ് വളരാൻ പോവുകയാണ്, അത്ഭുതമായി വളരാൻ പോകുന്നു. ഈ സമയത്ത് ഷെർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുത വഴി അങ്ങ് തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞാൻ ഈ സമയത്ത് തന്നെ മഹേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതല അയച്ചതിനായി നന്ദി. ഈ സമയത്ത് സ്റ്റീവ് എന്നൊരു പേർ കർത്താവ് കാണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ വഴിയും വലിയ നന്മകളും വെളിപ്പെട്ട് വരാൻ പോകുന്നു. അതേപോലെ തന്നെ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ അനേക രോഗികൾ ശ്രദ്ധിക്കുന്നു. അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ ഹല്ലേലൂയ. കൈക്കും കാലിനും വല്ലാത്ത വേദന, അതേപോലെ കണ്ണിൻ്റെ കാഴ്ച തുറങ്ങുന്ന മങ്ങുന്ന അനുഭവത്തിൽ, അതേപോലെ കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, ചെവിയിൽ നിന്ന് തുറമാനമായി വരുന്ന പഴുപ്പ് ഇപ്പോൾ അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുക. വല്ലാത്ത തലവേദന, ആസ്മ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ കരത്തിലേക്ക് ഈ മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മഹത്വം വെളിപ്പെടുത്തണമേ. അതേപോലെ തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ, പ്രത്യേകിച്ച് കുടുംബ തകർച്ചയിൽ നിൽക്കുന്ന, കുടുംബത്തിൽ സ്നേഹമില്ലാതെ സമാധാനമില്ലാതെ നിൽക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേളിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം, പരിശുദ്ധാത്മാവ് ഈ കുടുംബങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ ഉണ്ണി എന്ന് വിളിക്കുന്ന ഒരു ബ്രദർ, നിങ്ങളുടെ തലമുറയെ കർത്താവ് മാനിക്കാൻ പോവുകയാണ്.
യേശുവിൻ്റെ നാമത്തിൽ ജയരാജ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ജയരാജിന് വേണ്ടി ജോലിയുടെ ഒരു വഴി കർത്താവ് തുറക്കുകയാണ്. കർത്താവെ, ഈ സമയത്ത് തന്നെ ശാന്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ സംഭവിച്ചതിനായി നന്ദി. ഒരിക്കൽ കൂടെ ഞാൻ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ആ സാമ്പത്തിക വിഷയത്തിൽ തടഞ്ഞിരിക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിടുതൽ ഇവരമേളിലേക്ക് അങ്ങ് അയച്ചതിനായി നന്ദി. ഹാർട്ടിന് പ്രോബ്ലമായി, നെഞ്ചുവേദനയിൽ, ഹല്ലേലൂയ, അതെ, കൈകാലുകൾ കുഴച്ചിലുകൾ ഇപ്പോൾ സൗഖ്യമായി കഴിഞ്ഞു. എന്നെ കാണുന്ന ഓരോ വ്യക്തികളുടെ വിഷയത്തെ അങ്ങയുടെ കരത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. യേശു അത്ഭുതം ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ ആ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും അറിയിച്ചാട്ടെ. 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ 65 നമ്പറിൽ നേരിട്ട് വിളിച്ചാൽ ലഭ്യമാണ്. അതിൽ വിളിച്ച് ലഭിക്കുന്നില്ലെങ്കിൽ 8111 വിളിച്ചാട്ടെ. ഞാൻ തന്നെയായിരിക്കും അറ്റൻഡ് ചെയ്തത്. ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തികൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അയക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് ഈ എപ്പിസോഡുകൾ മിസ്സാകുന്നു എന്ന് തോന്നിയാൽ യൂട്യൂബിൽ ഇതെല്ലാം കറക്റ്റായി അപ്ലോഡാകുകയാണ്. നിങ്ങൾ അത് ശ്രദ്ധിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. അതേപോലെ കൂടുതൽ അറിവിനായി വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന കൃപാവിഷൻ ഓൺലൈൻ ചാനൽ ഇവിടെ കൊടുക്കുന്നു. നിങ്ങളത് കാണണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ, ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യപ്പെടുന്നു. 6 വർഷവും 3 മാസവുമായി അനേകർ ഇതിനെ സഹായിച്ചു. ആ സഹായത്തിന് ഓർത്ത് ഞാൻ നന്ദി പറയുക. ഒത്തിരി പേർ ദൈവനാമത്തിൽ ഇതിനെ താങ്ങിയതുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ മുമ്പോട്ട് പോവുകയും ഇത്രയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒരു എപ്പിസോഡുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, തുടർമാനമായി 10 എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തവരുണ്ട്. അവരുടെ ജീവിതത്തിൽ അതേപോലെ വിടുതലുകളും വഴികളും ദൈവം തുറന്നു. ഞാൻ ഗ്യാരണ്ടി പറയുക, നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം നടക്കും. നിങ്ങൾ ഒരിക്കൽ കൂടെ അതിനുവേണ്ടി തയ്യാറായാട്ടെ. വലിയ വിടുതലുകൾ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്നെ ഏകദേശം 6 എപ്പിസോഡിൽ ചെയ്ത നമുക്ക് മസ്കറ്റിലൊരു ബ്രദറുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം അസാധാരണ സാക്ഷ്യമാണ്. അദ്ദേഹം സാധാരണ ഒരു ജോലിയിൽ നിന്ന് ഇന്ന് ആ കമ്പനിയുടെ മെയിൻ മാനേജർ പൊസിഷനിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ബിനു ബ്രദറിനും പ്രീത സിസ്റ്ററുമായി നന്ദി പറയുന്നു. കർത്താവ് ഇവരെ ധാരാളമായി അനുഗ്രഹിക്കുന്നു. എങ്കിൽ എന്നെ കേൾക്കുന്ന ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ ദൂരത്തു നിന്നായാലും വന്ന് താമസിച്ചൊക്കെ അറ്റൻഡ് ചെയ്താട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഞാൻ രഹസ്യമായി പറയുക, അതിനകത്ത് പറയാൻ പറ്റാത്ത രോഗങ്ങൾ പോലും സൗഖ്യമാകുകയാണ്. ക്യാൻസറുകൾ ഓൺ ദ സ്പോട്ടിൽ മുഴകൾ അപ്രതീക്ഷിതമായി പോകുന്നത് പോലെ കർത്താവിൻ്റെ വലിയ വലിയ പ്രവൃത്തികൾ നടക്കുന്നു. ഞാൻ നിങ്ങളെ ഏതനുഭവത്തിലാണെങ്കിലും വിളിക്കുകയാണ്. അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. കൊല്ലത്തും തിരുവനന്തപുരത്തും നമ്മുടെ ശക്തമേറിയ ആരാധനകൾ നടക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്നവരെ സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലും നമ്മുടെ ആരാധനകളുണ്ട്. നിങ്ങൾ കടന്നു വന്ന് അനുഗ്രഹം അനുഭവിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.